ഫ്ലിപ്കാർട്ട് വളരെ സിമ്പിളായിട്ടും ഫ്രീ ആയിട്ട് ഒരു 70 രൂപ ഉണ്ടാക്കിയല്ലോ. അതും കൂടുതൽ സമയമൊന്നും വേണ്ട, 1-2 മിനിറ്റിനുള്ളിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു 70 രൂപ കിട്ടുന്നതാണ്. അതെങ്ങനെയൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നു. ഒട്ടും സമയങ്ങളിൽ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. സോ ഈ ഒരു 70 രൂപ കിട്ടാൻ വേണ്ടി നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു ഓഫർ അല്ലത്. പകരം പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ. അത് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 70 രൂപ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നേരെ ഫസ്റ്റ് ചെയ്യേണ്ടുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ വേറെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഫ്ലിപ്കാർട്ട് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ ഫ്ലിപ്കാർട്ട് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും സ്കാൻ ആൻഡ് പേ. ഈ ഒരു ഓപ്ഷൻ അവിടെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്പർ വെച്ച് അവിടെ ഒരു ഫ്ലിപ്കാർട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്ത് വെച്ചാൽ അവിടെ ഫ്രണ്ടിൽ സ്കാൻ ആൻഡ് പേ എന്നുള്ള ഓപ്ഷൻ. അതെന്താണെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ട് ഗൂഗിൾ പേ പോലെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നമ്മൾ ഗൂഗിൾ പേ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫ്രണ്ട്സിന് ട്രാൻസ്ഫർ ചെയ്യാൻ, ക്യാഷ് അയച്ചു കൊടുക്കാനും കൂടാതെ കടകളിലൊക്കെ സ്കാൻ ചെയ്തിട്ട് ക്യാഷ് അയക്കാനാണ്. അതേ സെയിം ഫീച്ചേഴ്സ് നമ്മളെ ഫ്ലിപ്കാർട്ടിലും കൂടി വന്നിരിക്കുകയാണ്. UPI ലിങ്ക് ആയിട്ടാണ് ഇപ്പോൾ നമ്മളെ ഫ്ലിപ്കാർട്ട് ഒരു പുതിയ ഫീച്ചർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനും സ്കാൻ ചെയ്തിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ഇനി മുതൽ. അപ്പോൾ ആ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നതോടെയാണ് നിങ്ങൾക്ക് 70 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്കറിയാം ഫ്ലിപ്കാർട്ടിൽ നോർമലി ക്യാഷ് ബാക്ക് കിട്ടുന്നത് സൂപ്പർ കോയിൻസ് രൂപത്തിലാണ്. നിങ്ങളൊരു ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ സൂപ്പർ കോയിൻസിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. പകരം അറിയാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താണ് സൂപ്പർ കോയിൻസ് എന്ന്. അതായത് നമ്മൾ സാധാരണ ഒരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു 100 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 സൂപ്പർ കോയിൻസ്, വെറും 2 സൂപ്പർ കോയിൻസ് ആണ് കിട്ടുക. സൂപ്പർ കോയിൻസ് എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് വില, ഒരു സൂപ്പർ കോയിൻ എന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്ക് വാല്യൂ ഉണ്ട്. ഈ സൂപ്പർ കോയിൻസ് എങ്ങനെ യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ നിങ്ങൾ നോർമലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? കംപ്ലീറ്റ് എമൗണ്ട് ഒരു 100 രൂപയുടെ സാധനമാണെങ്കിൽ 100 രൂപ നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കും. 100 രൂപ നമ്മളെ കയ്യിൽ നിന്ന് പോകും. പകരം ഒരു സാധനം വാങ്ങുന്ന സമയത്ത് കുറച്ച് ക്യാഷ് ഈ ഒരു സൂപ്പർ കോയിൻസ് നിന്ന് എടുക്കാനായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓഫർ ചെയ്ത് കഴിയുന്നതുകൊണ്ട് നിങ്ങളെ കയ്യിൽ 70 സൂപ്പർ കോയിൻസ് ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു 100 രൂപയുടെ സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60%, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 90-85% ഈ ഒരു നിങ്ങളെ ക്യാഷ് ഉപയോഗിച്ചാൽ മതി. ബാക്കിയുള്ളത് ഈ ഒരു സൂപ്പർ കോയിൻസ് എടുക്കാൻ പറ്റുന്നതാണ്. 100 രൂപയുടെ സാധനമാണെന്നുണ്ടെങ്കിൽ 90 രൂപയ്ക്ക് നിങ്ങൾ കൊടുത്താൽ മതിയാവും. 10 രൂപ ഈ ഒരു സൂപ്പർ കോയിൻസ് പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കാര്യം യൂസ് ചെയ്യൽ. അല്ലാതെ 70 സൂപ്പർ കോയിൻസ് ഒരേ സമയം യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം, വലിയ പ്രൊഡക്റ്റ് ആയിരിക്കണം. ഓക്കെ, അതിനുവേണ്ടി നേരെ ആ സ്കാൻ ആൻഡ് പേൻ്റെ ഇതിൽ ടാപ്പ് ചെയ്യാം. ശേഷം അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും താഴെയായിട്ട് 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെ 3ാമത്തെ ഓപ്ഷൻ ഉണ്ട് മൈ UPI. അതിൽ ടാപ്പ് ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് നിങ്ങൾക്ക് അറിയാലോ, ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ബാങ്ക് അക്കൗണ്ട് മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ ടാപ്പ് ചെയ്ത് നിങ്ങളെ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 10 സൂപ്പർ കോയിൻ അവിടെ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 2ാമത്തെ ഓപ്ഷൻ ഇപ്പോൾ ആകെ 10 സൂപ്പർ കോയിൻസ് കിട്ടിയുള്ളൂ. ബാക്കി 60 സൂപ്പർ കോയിൻസ് കിട്ടാനായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങളെ ഫ്രണ്ടിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ ആരുടെയെങ്കിലും സ്കാനർ എടുക്കാം. ഗൂഗിൾ പേയുടെ സ്കാനർ ഉണ്ടാവുമല്ലോ, സെറ്റിംഗ്സ് കയറിയാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയുടെ സ്കാനർ കിട്ടും. ആ സ്കാനർ അവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണിൽ എടുത്ത് പിടിക്കുക. ഓക്കെ, ഇവിടെ ഞാൻ ഫ്രണ്ടിന് ഗൂഗിൾ പേയുടെ സ്കാനർ ഞാൻ വാട്സപ്പ് വഴി അവരോട് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാട്സപ്പിൽ അത് വന്ന് കിടക്കുന്നുണ്ട്. ശേഷം ഞാനിവിടെ 2ാമത്തെ ഓപ്ഷൻ ഈ സ്കാൻ ആൻഡ് പേയുടെ ഓപ്ഷൻ ഉള്ളൂ. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പൺ ഇൻ ഗാലറി എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ ടാപ്പ് ചെയ്ത് അവൻ അയച്ച ആ ഒരു QR സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അവന് ക്യാഷ് അയക്കാനുള്ളൊരു ഇത് വരും. നോർമലി നമ്മൾ ഗൂഗിൾ പേക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ അവിടെ 50 രൂപ അയക്കുക. ഓക്കെ, 50 രൂപ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 20 രൂപയുടെ ക്യാഷ് ബാക്ക് കിട്ടും. ഈ ഒരു സൂപ്പർ കോയിൻസ് ടൈപ്പ് 20 രൂപയുടെ ക്യാഷ് ബാക്ക് കിട്ടും. ഇങ്ങനെ ആ ഒരു സെയിം ഐഡിയിലേക്ക്, അതായത് സ്കാൻ ആൻഡ് പേ എടുക്കുക, ഓപ്പൺ ഗാലറി കൊടുക്കുക, ആ ഒരു QR ഇമേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ 50 രൂപ ടൈപ്പ് ചെയ്യുക, നേരെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക. നമ്മളെ ഗൂഗിൾ പേയുടെ തന്നെ UPI ID ചോദിക്കും. അതായത് നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു 6 അക്കം അല്ലെങ്കിൽ 4 അക്കം നമ്പർ ടൈപ്പ് ചെയ്യും. ആ ഒരു നമ്പർ ചോദിക്കും, അത് കൊടുത്താൽ നേരെ ക്യാഷ് അവന് ട്രാൻസ്ഫർ ആവും. 3 തവണ ഈ ഒരു സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യാം. 3 തവണ അയക്കുമ്പോൾ 20 സൂപ്പർ കോയിൻസ് വെച്ച് നിങ്ങൾ അക്കൗണ്ടിലേക്ക് കയറുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് അവിടെ സെറ്റിംഗ്സ് കയറിയിട്ട് അവിടെ മുകളിൽ നോക്കിയാൽ കാണാം. ഇപ്പോൾ എനിക്ക് 113 സൂപ്പർ കോയിൻസ് ആയിട്ടുണ്ട്. എനിക്ക് തുടക്കത്തിൽ 43 സൂപ്പർ കോയിൻ എന്തുകൊണ്ട് ഉണ്ടായിരുന്നത്. അതിൽ 10 സൂപ്പർ കോയിൻ ഞാൻ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തപ്പോൾ കിട്ടി. ബാക്കി 60 സൂപ്പർ കോയിൻസ് ഞാൻ ക്യാഷ് അവനെ ട്രാൻസ്ഫർ ചെയ്തപ്പോഴും കിട്ടി. അപ്പോൾ നിങ്ങൾ അവനോട് തിരിച്ചിടാനും പറഞ്ഞാൽ മതി. ഓക്കെ, സോ ഒരു കാര്യം പറയാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ മാക്സിമം കമൻറ്റ് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഒരു 70 സൂപ്പർ കോയിൻസ് വെച്ച് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇതുപോലത്തെ മണി റിലേറ്റഡ് വീഡിയോസും അതുപോലെ ടെക് റിലേറ്റഡ് വീഡിയോസിനൊക്കെ ഈ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം.